Good morning to all. Good morning, Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. നമുക്ക് പുതിയൊരു ചാപ്റ്റർ Good morning. Good morning, ma'am. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? Complete ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ എടുക്കുകയാണ്, മോർച്ചറി സർവീസസ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മോർച്ചറി പറ്റി എന്തൊക്കെ അറിയാം? ഒന്ന് മെസ്സേജ് അയച്ചിട്ടേ. മോർച്ചറിയെ പറ്റി എന്തൊക്കെ അറിയാം? മോർച്ചറി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകുമ്പോ ബോർഡൊക്കെ എഴുതി വെക്കാൻ കണ്ടിട്ടുണ്ടാവും അല്ലെ, മോർച്ചറി എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, എന്തിനാണ് മോർച്ചറി? ഒരു ഹോസ്പിറ്റല്, അതെ, ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെ. ഹോസ്പിറ്റലിലെ ഡെഡ് ബോഡീസ് വരാൻ അതിനെ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു റൂം അല്ലെങ്കിൽ ഒരു ഏരിയയാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി അവിടെ എങ്ങനെയുള്ള കേസുകളിലുള്ള ഡെഡ് ബോഡീസ് ആണ് കൂടുതലായിട്ടും ഇപ്പൊ മോർച്ചറിയിൽ കുറെ നാൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരുന്നത്? എങ്ങനെയുള്ള കേസുകളിലുള്ളതായിരിക്കും? ആക്സിഡൻസ് പോലെയുള്ളവ വന്നു കഴിഞ്ഞാൽ അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? സൂയിസൈഡോ അൺനോൺ ആയിട്ടുള്ളതോ അങ്ങനെയുള്ള ഒത്തിരി ഡെഡ് ബോഡീസ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്തിനു വേണ്ടിയിട്ട്, അവിടെ എന്തിനാണ് അങ്ങനെ ഒരു മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കീപ്പ് ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എൻക്വയറി നടത്താനായിട്ട്. അതുപോലെ ആ എൻക്വയറി നടത്തുന്നത് ഏത് പ്രൊസീജിയർ ചെയ്യുന്നതിലൂടെയാണ്? പോസ്റ്റ്മോർട്ടം അല്ലെ. വെരി ഗുഡ്. പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ആ ഒരു മരണ കാരണം അല്ലെ, അവര് മരിച്ചതിന്റെ കാരണം എങ്ങനെയാണ്, അതുപോലെ ഇപ്പോ എന്തെങ്കിലും മർഡേഴ്സ് പോലെയുള്ള ലീഗൽ കേസുകളുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അതിന്റെ ആ ഒരു സമയം എപ്പോഴാണ്, മരിച്ച സമയം എപ്പോഴാണ്, എങ്ങനെയാണ് അവർ മരിച്ചതിന്റെ ഒരു കാരണം എന്താണ്, അതുപോലെ തന്നെ അവർക്ക് വേറെ എന്തെങ്കിലും മറ്റു പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, മറ്റു എവിഡൻസ് എന്തൊക്കെയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു അറിവ് അല്ലെ, അതിനെ പറ്റിയുള്ള ഒരു എൻക്വയറീസ് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കാനായിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം പോലെയുള്ളവ ചെയ്യുന്നത്. അപ്പൊ ആ രോഗിയുടെ മരണകാരണം കണ്ടെത്താനും അതിന് ആരെങ്കിലും കാരണമായിട്ടുണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് ഇത് സഹായിക്കുന്നു അല്ലെ. അപ്പൊ മോർച്ചറി എന്ന് പറയുന്ന ആ ഒരു സേവനം ഹോസ്പിറ്റലിലെ വളരെ അത്യാവശ്യമായ അനിവാര്യമായിട്ടുള്ള ഒരു സേവനം തന്നെയാണ്. അപ്പൊ അവിടെ എല്ലാവർക്കും എന്താണ്, പെട്ടെന്ന് നമുക്ക് ഇപ്പൊ മോർച്ചറീസ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മുടെ മെയിൻ എൻട്രൻസിലൂടെ കയറുമ്പോ പെട്ടെന്ന് കാണുന്ന ഒരു സ്ഥലത്താണോ മോർച്ചറി ഉണ്ടാവുക? പെട്ടെന്ന് കാണുന്ന ഒരു സ്ഥലത്തായിരിക്കുമോ? അല്ല അല്ലെ. നമ്മുടെ ഡയറക്റ്റ് നേരിട്ട് മെയിൻ എൻട്രൻസിലൂടെ ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അറേഞ്ച് ചെയ്തിരിക്കും. എന്നാൽ മോർച്ചറീസ് കൂടുതലായിട്ടും ഏത് ഭാഗങ്ങളിലായിട്ടാണ് കാണുക, എങ്ങനെയാണ് കാണപ്പെടുക? നിങ്ങൾ ആ കണ്ടതിന്റെ ഒരു ബേസിസിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും മോർച്ചറിന് അല്ലെ? ബാക്ക് സൈഡിലായിരിക്കും. അല്ല അതുപോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് മാറിയായിരിക്കും അല്ലെ. മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഒന്നും അടുത്തായിരിക്കില്ല. അത് ഒറ്റപ്പെട്ട രീതിയിൽ അധികം ആരുടെയും ശ്രദ്ധ കിട്ടാത്ത രീതിയിൽ അല്ലെ, ഐസൊലേറ്റഡ് ആയിട്ട് പോലെയുള്ള അധികം ആരുടെയും ശ്രദ്ധയൊന്നും കിട്ടാത്ത രീതിയിൽ ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ഒക്കെ വെച്ചിട്ട് അവിടെയായിരിക്കും മോർച്ചറിയുടെ സ്ഥാനം വരിക അല്ലെ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോർച്ചറി സർവീസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ മോർച്ചറി സർവീസിൽ എന്താണ് മോർച്ചറി എന്ന് പറയുന്നത്, ഒരു ഹോസ്പിറ്റൽ എന്താണ്, അതുപോലെ അവിടുത്തെ ആവശ്യകതകൾ, ഒരു ഹോസ്പിറ്റലിൽ മോർച്ചറി ഉണ്ടാവണം എന്നുള്ളതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, അവരുടെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ലൊക്കേഷൻ എങ്ങനെയാണ്, അവിടെ വരേണ്ടതായിട്ടുള്ള പ്രധാനമായിട്ട് വരേണ്ട സ്പേസസ് എന്തൊക്കെയാണ്, അവിടെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ്, എന്നാലും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മോർച്ചറി സർവീസ് എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ മോർച്ചറീസ് എന്ന് പറയുന്നത് എന്താണ്, ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ മൃതശരീരങ്ങൾ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു റൂമോ ഒരു ഏരിയ ആണ് മോർച്ചറി എന്ന് പറയുന്നത് അല്ലെ. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. Mortuary is an inevitable part of every hospital as it handles the preservation of the dead body so that the forensic clinicians and pathologists may investigate the cause of death and make scientific investigations. ഇവിടെ എന്താണ് മോർച്ചറി എന്ന് പറയുന്നത്? is an inevitable part of every hospital. ഏതൊരു ഹോസ്പിറ്റലിലും വളരെ അനിവാര്യമായിട്ടുള്ള അല്ലെ, വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് മോർച്ചറി സർവീസ് അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയുന്നത്.
ആസ് ഇറ്റ് ഹാൻഡിൽസ് ദ പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. അല്ലെ, ഡെഡ് ബോഡീസ് മൃതശരീരങ്ങളെ പ്രിസർവ് ചെയ്യുക അല്ലെങ്കിൽ സൂക്ഷിക്കി വെക്കുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഫോറൻസിക് ക്ലിനിഷ്യൻസ്, ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ആരാണ് പാത്തോളജിസ്റ്റുകള്? പാത്തോളജിസ്റ്റുകൾ ആരാ? എന്തിനെയാണ് അവർ സ്റ്റഡി ചെയ്യുന്നത്? പാത്തോളജിസ്റ്റുകളെ എന്തിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നവരായിരിക്കും? പാത്തോളജിസ്റ്റുകൾ ഡിസീസസ് അല്ലെ. പാത്തോളജിസ്റ്റുകൾ ആരാണ്? ഡോക്ടേഴ്സ് ഹു സ്പെഷ്യലൈസസ് ഇൻ ദി നേച്ചർ ഓഫ് ഡിസീസ് ആൻഡ് കോസ് അല്ലെ. ഓരോ ഡിസീസസിന്റെ തരം എങ്ങനെയാണ്, അതിന്റെ നേച്ചർ എങ്ങനെയാണ്, അതുപോലെ അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റുകൾ തരുന്ന ഡോക്ടേഴ്സ്, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് പാത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫോറൻസിക് വിദഗ്ധരും പാത്തോളജിസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്യും? ഈ ബോഡിയെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു അല്ലെ, പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധനകൾക്ക് ശേഷം എന്താണ് കണ്ടെത്തുക? ആ ബോഡി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ, ആ ഒരാള് മരിക്കാനുണ്ടായ കാരണം അല്ലെ, കോസ് ഓഫ് ഡെത്ത്. ഇതാണ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. ആ ഒരു ആള് മരിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക? പരിശോധിച്ച് കണ്ടെത്തുക. അതുപോലെ തന്നെ മേക്ക് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസ്, എന്താണ്? ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളും നടത്തുന്നു. അപ്പൊ അങ്ങനെ മോർച്ചറിയിൽ വെച്ച് ഈ വരുന്ന ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ മൃതശരീരങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ, അല്ലെങ്കിൽ എന്താണ് സംരക്ഷിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അവിടെ എന്താണ് ചെയ്യുന്നത്? ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ പാത്തോളജിസ്റ്റുകളും ഒക്കെ ആ ബോഡി പരിശോധിച്ചതിന് ശേഷം ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി ആ ഒരു ബോഡി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്താണ്, എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള ആ ഒരു കോസ് ഓഫ് ഡെത്ത്, അതിന്റെ ആ ഒരു മരണപ്പെട്ടതിന്റെ ഒരു കാരണം എന്താണ് എന്ന് കണ്ടെത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കി ശ്രദ്ധിക്കണം കേട്ടോ. മോർഗ് ഓർ മോർച്ചറി. അപ്പൊ മോർച്ചറിയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? മോർഗ് എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. മോർച്ചറി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മോർഗാണ്. A morgue or mortuary as in a hospital is used for the storage of dead bodies. അല്ലെ, അപ്പൊ മോർഗ് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ മോർച്ചറി എന്ന് ചോദിച്ചാലും സെയിം ആണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ് അല്ലെ, വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. എന്താണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഐഡന്റിഫിക്കേഷൻ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ? എന്താണ് ഐഡന്റിഫിക്കേഷൻ? മോർച്ചറിയിലെ ഡെഡ് ബോഡീസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിയുക അല്ലെ. ഇപ്പൊ മോർച്ചറീസിൽ ചിലപ്പോൾ അൺനോൺ ആയിട്ടുള്ള അല്ലെ, ബോഡി മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഡെഡ് ബോഡീസ് ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യുക? ഐഡന്റിഫിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ തിരിച്ചറിയുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതാവാം. അല്ലെങ്കിലോ ഫോർ റിമൂവൽ, എന്താണ്? മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെ, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിപ്പോ എന്താണ് അവിടെ പേഷ്യന്റ് ഏതാണെന്ന് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി ഏതാണ്, ആരുടെയാണെന്നൊക്കെ നമുക്ക് അറിയാം. എന്നാൽ അവരുടെ ചിലപ്പോ എന്തെങ്കിലും ആളുകളൊക്കെ എന്താണ് വരാനായിട്ട് അല്ലെ, പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വരുന്നത് വരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പേര് എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളൊക്കെ വഴി കുറച്ച് ദിവസം എന്ത് ചെയ്യും? ആ ഒരു മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടതായിട്ട് ഉടനെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാവാം അല്ലെങ്കിൽ എന്താണ് സൂക്ഷിക്കുന്നതാവാം. അല്ലെങ്കിൽ ഓട്ടോപ്സി. എന്താണ് ആ ഓട്ടോപ്സി എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? ഓട്ടോപ്സി കേട്ടിട്ടുണ്ടോ? ഓട്ടോപ്സി എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? വെരി ഗുഡ്. പോസ്റ്റ്മോർട്ടം അല്ലെ. ഓട്ടോപ്സി എന്ന് പറയുന്ന വേർഡും പോസ്റ്റ്മോർട്ടം സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാവാം. അല്ലെങ്കിൽ ബുറിയൽ. എന്താണ് ബുറിയൽ എന്ന് പറയുന്നത്? അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അറിയാത്തതുണ്ടെങ്കിൽ പറയുന്നതിനൊപ്പം തന്നെ ഒന്ന് എഴുതി പോവുക കേട്ടോ. അപ്പൊ എന്താണ് ഐഡന്റിഫിക്കേഷൻ? എന്താണ് ആ ഒരു രോഗി ഏതാണ് അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ എന്നുള്ള പ്രോസസ്സാണ് ഐഡന്റിഫിക്കേഷൻ. റിമൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളാൽ പോലും കുറച്ച് ദിവസത്തേക്ക് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ആ ഒരു മോർച്ചറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മാത്രം. ഓട്ടോപ്സി എന്താണ്? പോസ്റ്റ്മോർട്ടം അല്ലെ, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി സൂക്ഷിക്കുന്നതാവാം. അല്ലെങ്കിൽ ബുറിയൽ എന്താണ്? അടക്കം ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്നതാവാം. ഇപ്പൊ എന്താണ് ചിലപ്പോ ആ ഒരു പേഴ്സൺ ഏതാണെന്ന് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസുകളിലാണെങ്കിൽ അവർ ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. ബാക്കി അതിന്റെ പ്രൊസീജിയർ ഒക്കെ അവരുടെ ആ ഒരു ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ച് ഇവർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അടക്കം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ക്രിമേഷൻ. എന്താണ് ക്രിമേഷൻ? ശവസംസ്കാരം. ഓക്കെ,
ശവസംഹാരം അല്ലെങ്കിൽ ദഹിപ്പിക്കൽ അല്ലെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാവാം. ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ് അല്ലെങ്കിൽ മറ്റ് മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പുറത്തുള്ള ആളുകൾ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലിയിൽപ്പെട്ടവരൊക്കെ പുറത്താണെങ്കിൽ ഈ ഒരു ഡെഡ് ബോഡീസ് ഒക്കെ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റാത്ത കേസുകളിലാണെങ്കിൽ നമ്മൾ ആ മോർച്ചറിയിൽ തന്നെ അതിൻ്റെതായ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ഹോസ്പിറ്റൽ ഏരിയ ആണ് മോർഗ് അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ കിട്ടിയോ? മോർഗ് അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? മോർഗ് അല്ലെങ്കിൽ മോർച്ചറിയുടെ പ്രധാന ഡ്യൂട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ് അല്ലെ. ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുക അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് മോർഗ് അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ. Then third point നോക്കി, the term morgue is derived from the French word. ഇനി ഈ morgue എന്ന് പറയുന്ന വേർഡ് എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് നോക്കി? ഫ്രം ദ ഫ്രഞ്ച് വേർഡ് morgue. morgue എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്ന് തന്നെയാണ് morgue എന്ന് പറയുന്ന നമ്മളിപ്പോ യൂസ് ചെയ്യുന്നതായിട്ടുള്ള വേർഡ് വന്നിരിക്കുന്നത്. ഓക്കെ. വിച്ച് മീൻസ് ടു ലുക്ക് അറ്റ് solemnly to define. ഇനി എന്താണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് എന്താണെന്ന് നോക്കിയേ. എന്താണ് ടു ലുക്ക് അറ്റ് solemnly to define. എന്താണ് solemnly എന്നൊക്കെ പറയുന്ന വേർഡ്? ഒരു സീരിയസ്ലി ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഗൗരവത്തോടെ സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ടു ഹോൾഡ് സീരിയസ്ലി എന്നുള്ള മീനിങ് ആണ് അത് വരുന്നത്. ടു ലുക്ക് അറ്റ് solemnly to define എന്ന് പറയുന്നതിന്റെ പ്രധാനമായിട്ട് വരുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് ടു ഹോൾഡ് സീരിയസ്ലി ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ സൂക്ഷിച്ചു വെക്കലേ വളരെ ഗൗരവത്തോടെ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് അത് എന്താണോ കിട്ടുന്നത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്? നമ്മൾ ഡെഡ് ബോഡീസ് ആണ് അല്ലെ. അപ്പൊ മോർഗ് എന്ന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് വേർഡ് എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു? ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗ് എന്ന് തന്നെ പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് വരുന്നത് എന്താണ്? ടു ലുക്ക് അറ്റ് solemnly to define. എന്താണ്? ഗൗരവത്തോടെ അല്ലെങ്കിൽ ടു ഹോൾഡ് സീരിയസ്ലി എന്നുള്ള മീനിങ് ആണ്. ഗൗരവത്തോടെ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. മോർഗ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ്. ഇനി മോർഗ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല അല്ലെ. നമ്മൾ മോർച്ചറി എന്ന് പറയുന്ന വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയുള്ള ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്? നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണോ അതോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണോ? ഏത് ഇംഗ്ലീഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏത് ഇംഗ്ലീഷാണ്? നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മോർഗ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാത്തത്. അപ്പൊ മോർഗ് എന്ന് പറയുന്ന വേർഡ് ഏത് ഇംഗ്ലീഷിലാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്ത് വരുന്നത്? നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറയുന്ന വേർഡ് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് അല്ലെ. മോർച്ചറി ഈസ് മോർ കോമൺ ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രകാരം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് മോർച്ചറിയാണ്. അപ്പൊ അതാണ് അവിടെ നമ്മൾ മോർഗ് എന്ന് പറയുന്ന വേർഡ് കേൾക്കാത്തത് പ്രധാന കാരണം അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നോക്കി എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്? മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അല്ലെ. അവിടെ എന്താണ് ചെയ്യുന്നത്? പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡി. ഡെഡ് ബോഡീസിനെ സൂക്ഷിച്ചു വെക്കുക അല്ലെ, കീപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ പാത്തോളജിസ്റ്റുകളും ഈ വരുന്ന ഈ ഡെഡ് ബോഡീസിനെ എന്താണ് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുകയും അതിനനുസരിച്ച് അവരുടെ ആ ഒരു കോസ് ഓഫ് ഡെത്ത് ആ ഒരു മരണകാരണം കണ്ടെത്തുകയും ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞ എന്താ? ഒരു മോർഗ് അല്ലെങ്കിൽ മോർച്ചറി രണ്ടും സെയിം ആണ്. മോർച്ചറിന്റെ മറ്റൊരു പേരാണ് മോർഗ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ് അല്ലെ. ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. വെയിറ്റിംഗ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ. അത് എന്താണെന്ന് തെളിയിക്കുന്നത് അല്ലെ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു റിമൂവൽ മാറ്റാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ മാറ്റുന്ന ഒരു കണ്ടീഷന് വേണ്ടിയിട്ട്. അതുപോലെ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട്. ബുറിയൽ എന്താണ്? ബുറിയൽ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരണാനന്തര ചടങ്ങുകൾക്ക് ആവശ്യമായിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി അല്ലെങ്കിൽ മോർഗ് എന്ന് പറയുന്നത്. ഇനി മോർഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു? ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നു. അതിന്റെ മീനിങ് എന്താണ് വരുന്നത്? ടു ലുക്ക് അറ്റ് solemnly
സോളംലി ടു ഡിഫൈൻ, അതായത് ടു ഹോൾഡ് സീരിയസ്ലി എന്നുള്ള മീനിങ് ആണ്. ഗൗരവത്തോടെ സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ മോർഗ് എന്ന് പറയുന്ന വേർഡ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അത് ആ ഒരു വേർഡ് കേൾക്കാത്ത പോയത്. ഇനി ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കോമൺ ആയിട്ട് മോർച്ചറി എന്ന് പറയുന്ന ആ ഒരു വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ കിട്ടിയോ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കി, നീഡ് ഫോർ മോർച്ചറി. ഇനി എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മുടെ മോർച്ചറിയുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? It is necessary for the hospital administration that a suitable provision shall be made in a dubious place where the dead body can be placed pending final disposal or to rule out the cause of death. ഇനി ഇവിടെ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? പ്രൊവൈഡ് എന്താണ് ദാറ്റ് സ്യൂട്ടബിൾ പ്രൊവിഷൻ. ഇവിടെ എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറി എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു വിഭാഗം അല്ലെങ്കിൽ ഘടകമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ മോർച്ചറീസ് അവിടെ എങ്ങനെയായിരിക്കണം? മോർച്ചറീസ് കുറച്ച് പ്ലാൻ ചെയ്തുള്ള ഒരു ഏരിയയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഒരു ഡുബിയസ് പ്ലേസ് ആയിരിക്കണം. എന്താണ് ഒരു ഡുബിയസ് പ്ലേസ് എന്ന് പറയുന്നത്? ഒരു അൺക്ലിയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് അധികം ആരുടെയൊന്നും ശ്രദ്ധ ചെന്ന് പറ്റാത്ത അല്ലെങ്കിൽ ശ്രദ്ധ ചെല്ലാത്ത ഒരു ഇടം എന്നുള്ള രീതിയിലാണ് ഡുബിയസ് പ്ലേസ് എന്ന് പറയുന്നത് കേട്ടോ. അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരു ഇടം, അങ്ങനെയുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെയൊക്കെ പ്ലേസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പെൻഡിങ് എന്താണ് ഫൈനൽ പെൻഡിങ് എന്താണ് പെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത്. അതായത് ഇപ്പോ ചിലപ്പോ അവിടെ ഓൾറെഡി അപ്പൊ തന്നെ ചിലപ്പോ ആ പേഷ്യൻസിന്റെ ഡെഡ് ബോഡീസ് കൊണ്ടുപോകണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിലോ ഇപ്പോ അവിടെ മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ലീഗൽ കേസുകളൊക്കെ ഉള്ളതാണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് അവിടെ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഫൈനൽ ആയിട്ടുള്ള ഡിസ്പോസൽ അല്ലെങ്കിൽ അത് എന്താണ് ഡിസ്പോസ് ചെയ്യാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് സ്റ്റോർ ചെയ്യുന്ന വെക്കുന്ന സ്ഥലമാവാം. അല്ലെങ്കിൽ റൂൾ ഔട്ട് ദ കോസ് ഓഫ് ഡെത്ത്, എന്താണ് അവരുടെ ആ ഒരു മരണ കാരണം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ സ്റ്റോർ ചെയ്യണം അല്ലെ. അങ്ങനെയാണ് ആ ഒരു പോസ്റ്റ്മോർട്ടം റൂമുകൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പോസ്റ്റ്മോർട്ടം റൂമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതൊരു ഡുബിയസ് പ്ലേസില് അല്ലെങ്കിൽ അധികം ആരും ചെന്നെത്താത്ത ഒരു ഏരിയയിൽ ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ആയിട്ട് എന്താണ് ഇങ്ങനെയുള്ള ഒരു റൂം അല്ലെങ്കിൽ ഒരു ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ എന്താണ്? ഇറ്റ്സ് നെസസറി ഫോർ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് എ സ്യൂട്ടബിൾ പ്രൊവിഷൻ ഷാൽ ബി മെയ്ഡ് ഇൻ എ ഡ്യൂട്ടിയസ് പ്ലേസ്. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുക? പ്ലേസ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ പെൻഡിങ് ഫൈനൽ ഡിസ്പോസൽ എന്താണ് അവസാനം എന്താണ് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് പെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ എന്താണ് പെൻഡിങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂൾ ഔട്ട് ദ കോസ് ഓഫ് ഡെത്ത് അതിന്റെ ആ ഒരു മരണ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട് ഡെഡ് ബോഡീസിനെ പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡുബിയസ് പ്ലേസ് എന്താണ് അധികം ആരും വന്നെത്താത്ത അല്ലെങ്കിൽ അധികം ആരും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുള്ള ഏരിയ ആയിരിക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള പാസേജ് ഉള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു വഴിയുടെ അടുത്തായിരിക്കും ഇത് വെക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. അപ്പൊ അങ്ങനെ കോമൺ ആയിട്ട് ഇല്ലാത്ത അധികം ആരും എത്തപ്പെടാത്ത രീതിയിലുള്ള ഒരു സ്ഥലം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ, എ പ്രിസൈസ്ലി പ്ലാൻഡ് മോർച്ചറി complex is beneficial to all those who come in contact with it, that is police, doctors, medical students, staffs and relatives of the dead. ഇനി ഇവിടെ എന്താണ് ഒരു പ്രിസൈസ്ലി അല്ലെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്തൊരു മോർച്ചറി കോംപ്ലക്സ് ആയിരിക്കണം അല്ലെ. അവിടെ എന്താണ് ഇറ്റ്സ് ബെനിഫിഷ്യൽ ടു ഓൾ ദോസ് ഹു കം ഇൻ കോണ്ടാക്ട് വിത്ത്. ഇനി ഈ ഒരു മോർച്ചറി കോംപ്ലക്സ് നമ്മൾ സ്ഥാപിക്കുമ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കാനായിട്ട്. ഇനി അത് ആർക്കൊക്കെ പ്രയോജനപ്രദമായിരിക്കണം? ഹു കം ഇൻ കോണ്ടാക്ട് വിത്ത്. ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? പോലീസസ് വരുന്നുണ്ട് അല്ലെ. മോർച്ചറിയുമായിട്ട് കോണ്ടാക്ട് വരുന്നവർ ആരൊക്കെയാണ്? പോലീസ്, അതുപോലെ അവിടുത്തെ ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡന്റുകള്, അതേ ഹോസ്പിറ്റലിൽ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ് അല്ലെ. ആ മരിച്ചവരുടെ ബന്ധുക്കള്. അങ്ങനെ ഇത്രയും പേര് ഈ ഒരു മോർച്ചറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവരാണ്. അങ്ങനെ കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ പ്രയോജനകരമാവുന്ന രീതിയിൽ
കെയർഫുൾ ആയിട്ട് ഈ മോർച്ചറി കോംപ്ലക്സ് പ്ലാൻ ചെയ്ത് സ്ഥാപിച്ചിരിക്കണം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ നോക്കി, പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ ഓൾസോ ഹാസ് എ ഇമ്പോർട്ടന്റ് ബിയറിംഗ് വിത്ത് റിഗാർഡ് ടു പബ്ലിക് റിലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഇനി ഇവിടെ എന്താണ് മോർച്ചറി ഫെസിലിറ്റീസ്, അവിടെ ആ ഒരു മോർച്ചറി നൽകുന്ന സേവനവും അവിടുത്തെ ആ ഒരു സൗകര്യങ്ങളും, ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറി ഫെസിലിറ്റീസും അവിടുത്തെ സർവീസസും ഓൾസോ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് ബെയറിംഗ്. എന്താണ് ഇമ്പോർട്ടന്റ് ബെയറിംഗ് എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രധാന പങ്ക് വഹിക്കുന്നത് വിത്ത് റിഗാർഡ് ടു പബ്ലിക് റിലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അവിടെ ആ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ആ ഒരു പബ്ലിക് റിലേഷൻ, പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള മോർച്ചറി ഫെസിലിറ്റീസും അതുപോലെ ഇങ്ങനെയുള്ള സേവനങ്ങളും ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റലും ആ ഒരു പബ്ലിക്കുമായിട്ടുണ്ടാകുന്നത്? എങ്ങനെയായിരിക്കും? ഒന്നാലോചിച്ച് നോക്കി. ഒരു മോർച്ചറി ഫെസിലിറ്റി ഉണ്ടാവുന്നത് കൊണ്ട് ഹോസ്പിറ്റലും പബ്ലിക്കുമായിട്ട് ഒരു ബന്ധം, റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ടോ? ഒന്നാലോചിച്ച് പറഞ്ഞേ. ആലോചിച്ച് നോക്കി. ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ കുറച്ചുകൂടി നല്ലത്. ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് അവര് മറ്റു പബ്ലിക്കുമായിട്ട് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? പറഞ്ഞു നോക്കി. മെസ്സേജ് അയച്ചു നോക്കി. ഉണ്ട് അല്ലെ? അതായത് അതെ, ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുമ്പോ അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു മോർച്ചറി സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഇല്ല എന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ അവർക്ക് എന്താണ്, ആ ആളുകൾക്ക് ഇവിടെ നിന്ന് ആ ഒരു മരിച്ച ആളുടെ ആ ഒരു ഡെഡ് ബോഡീസ് മറ്റെന്തെങ്കിലും പോസ്റ്റ്മോർട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചു നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഡെത്ത് കോസിംഗ് ആയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യും? ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനങ്ങളിലോ കൊണ്ടുപോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ ഒരു സേവനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ആളുകൾക്ക് പ്രയോജനപ്രദമാണ് അല്ലെ. അപ്പൊ അങ്ങനെ പ്രയോജനപ്രദമായതുകൊണ്ട് തന്നെ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ആ ഹോസ്പിറ്റലിൽ തന്നെ മരണമടഞ്ഞവര് നമുക്ക് ആ ഒരു അവരുടെ തന്നെ മോർച്ചറിയിലോട്ട് കീപ്പ് ചെയ്യാനും അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ആ ഹോസ്പിറ്റലിനും മറ്റ് പൊതുവായിട്ടുള്ള ആളുകളോടും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം അതുവഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു ഹോസ്പിറ്റലിലും മോർച്ചറി സർവീസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും വളരെ അനിവാര്യമാണ്. അതുവഴി ആളുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പബ്ലിക് റിലേഷൻഷിപ്പ് ഹോസ്പിറ്റൽസിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കി. Much of sentiments value are attached to the dead body of the person with socio and medico-legal importance attached to the mortuary of the hospital. Therefore, establishment and management of mortuary is of significance of every hospital. ഇനി ഇവിടെ much of sentiments അല്ലെ, sentimental value are set attached to the dead body of the person with socio. എന്താണ് സോഷ്യൽ? സാമൂഹികപരമായിട്ടുള്ള അല്ലെ. ആൻഡ് മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ്. എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് അവിടെ മോർച്ചറിയിലെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുമ്പോൾ അവിടെ ഒരു സാമൂഹ്യമായിട്ട് നമുക്ക് ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു വാല്യൂ അതുമായിട്ടുണ്ട് അല്ലെ. ഒരു പേഷ്യന്റിന്റെ ഡെഡ് ബോഡി ഉണ്ട് അല്ലെ, അവരുടെ റിലേറ്റീവ്സിനായാലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക്, അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ആ ഒരു ഡെഡ് ബോഡിയുമായിട്ട് എങ്ങനെയാണ് ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു സെന്റിമെന്റൽ വാല്യൂ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഉണ്ടാവുന്നുണ്ടോ? സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലെ. നമുക്കാണെങ്കിലും ഒരാൾ നമ്മളെ പരിചയമുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ റിലേറ്റീവ്സോ ആരും ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ട് പരിചയമുള്ള ആളാണെങ്കിലും അവർ മരിച്ചു എന്നറിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, നമുക്കൊരു വിഷമം ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ ഒരു സെന്റിമെന്റൽ വാല്യൂ ഇവരുടെ ആ ഒരു ഡെഡ് ബോഡി ആയിട്ടുള്ള ആ ഒരു പേഴ്സൺ ആരാണോ, മരണമടഞ്ഞ ആ വ്യക്തി ആരാണോ, അവരുമായിട്ട് സാമൂഹ്യപരമായിട്ടുള്ള ഒരു സെന്റിമെന്റൽ വാല്യൂ ഇങ്ങനെയുള്ള മോർച്ചറിയിലുള്ള ഒരു ഡെഡ് ബോഡിയുമായിട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ്. എന്താണ് മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ്? നിങ്ങൾ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ്? ആക്സിഡന്റ്, അതുപോലെ റേപ്പോ മർഡറുകളോ പോലെയുള്ള അല്ലെ, അങ്ങനെയുള്ള എന്താണ് ലീഗൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ലീഗൽ പരമായിട്ടുള്ള
കാര്യങ്ങൾ, കേസസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന മർഡേഴ്സ് പോലെയുള്ള ആക്സിഡന്റ്സോ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് മെഡിക്കോ ലീഗൽ കണ്ടീഷൻസിൽ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസും ഈ ഒരു അതും അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ടു ദ മോർച്ചറി ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ഒരു ഡെഡ് ബോഡി വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ആ ഒരു മരണമടഞ്ഞ വ്യക്തി ആരാണ് അവരുമായിട്ടൊരു സെന്റിമെന്റൽ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റും ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവർ എന്തെങ്കിലും ഇങ്ങനെയുള്ള ആക്സിഡന്റ്സോ മർഡറോ പോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് മരണമടഞ്ഞതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസിന്റെ ഒരു അറ്റാച്ച്മെന്റും ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഈ ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, therefore establishment and management of mortuary is of significance of every hospital. അതുകൊണ്ട് തന്നെ ഒരു മോർച്ചറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ സേവനം ഒരു ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുക, അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവശ്യകതയാണ് ഏതൊരു ഹോസ്പിറ്റലിന്റെ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മള് നീഡ് ഫോർ മോർച്ചറിയിൽ എന്തൊക്കെയാ പറഞ്ഞത്? It is necessary for the hospital administration. Hospital administration എന്ത് ചെയ്യണം? ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ, എങ്ങനെയുള്ള ഒരു പ്ലേസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്? ഒരു ഡുബിയസ് പ്ലേസ്, അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരു സ്ഥലം, അങ്ങനെയുള്ളൊരു സ്ഥലം നോക്കി കണ്ടുപിടിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് ഒരു മോർച്ചറി കോംപ്ലക്സുകൾ ഉണ്ടാക്കുകയും അവിടെ ഡെഡ് ബോഡീസ് നമുക്ക് പ്ലേസ് ചെയ്യാനും അതുപോലെ തന്നെ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് പെൻഡിങ്ങിൽ ഇരിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ കോസ് ആ ഒരു മരണ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനായിക്കോട്ടെ ഈ ഡെഡ് ബോഡീസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ, എങ്ങനെയുള്ള ഒരു ഡുബിയസ് പ്ലേസ് അല്ലെങ്കിൽ അധികം ആരും ചെന്നെത്താത്ത ഒരു ഏരിയ നോക്കി കണ്ടെത്തി കൊടുക്കേണ്ടതാണ്. രണ്ടാമത് പറഞ്ഞേതാ? എ പ്രിസൈസ്ലി പ്ലാൻഡ് മോർച്ചറി കോംപ്ലക്സ് ഈസ് ബെനിഫിഷ്യൽ ടു ഓൾ ദോസ് ഹു കം ഇൻ കോണ്ടാക്ട്. ഇങ്ങനെയൊരു മോർച്ചറി കോംപ്ലക്സ് വളരെ പ്ലാനിങ്ങോട് കൂടി കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി എന്ത് ചെയ്യുക? ഉണ്ടാക്കുകയും അത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആയിരിക്കണം അല്ലെങ്കിൽ ആർക്കൊക്കെ പ്രയോജനപ്രദമായിരിക്കണം? ഈ ഒരു മോർച്ചറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതായിട്ടുള്ള ആളുകളാണ് പോലീസ് അല്ലെ, അതുപോലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, മെഡിക്കൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവിടെ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അതുപോലെ ഓരോ ഡെഡ് ബോഡീസിന്റെയും റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, ആ മരിച്ച ആളുടെ ആ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കള്, അവരൊക്കെ ഈ ഒരു മോർച്ചറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവരാണ്. അവർക്കൊക്കെ പ്രയോജനകരമാവുന്ന രീതിയിലായിരിക്കണം ഈ മോർച്ചറി കോംപ്ലക്സ് വളരെ പ്ലാനിങ്ങോട് കൂടി കെയർഫുൾ ആയിട്ട് നിർമ്മിക്കാനായിട്ട്. നെക്സ്റ്റ് നോക്കി, പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ ഓൾസോ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് ബെയറിംഗ് വിത്ത് റിഗാർഡ് ടു പബ്ലിക് റിലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള മോർച്ചറി ഫെസിലിറ്റീസ് അതുപോലെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നൽകുന്നത് കൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ മരണമടഞ്ഞാൽ മറ്റൊരു ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ കൊണ്ടുപോയി സൂക്ഷിക്കേണ്ടതായിട്ട് ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി സേവനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മരിച്ചിരിക്കുന്ന ആ ഒരു ഡെഡ് ബോഡീസിനെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള മോർച്ചറീസിൽ എത്തിക്കാനും അത് ആളുകൾക്ക് കുറച്ചും കൂടി എന്താണ് ബെനിഫിഷ്യൽ ആയിട്ട് മാറ്റാനും പറ്റും. അതുകൊണ്ട് തന്നെ പബ്ലിക്കുമായിട്ടൊരു ഹോസ്പിറ്റൽസിന് ഈ ഒരു മോർച്ചറി സേവനം നൽകുന്നത് വഴി പബ്ലിക്കുമായിട്ടൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു മോർച്ചറി സേവനം നൽകുന്നത് വഴി സാധിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, മച്ച് ഓഫ് സെന്റിമെന്റൽ വാല്യൂ. ഇവിടുത്തെ ആ ഒരു ഡെഡ് ബോഡീസ് മോർച്ചറിയുമായി ബന്ധപ്പെട്ട് മോർച്ചറിയിൽ വരുന്ന ഓരോ ഡെഡ് ബോഡീസിനോടും ഒരു സെന്റിമെന്റൽ വാല്യൂ അല്ലെ, അവിടെ ഒരു സെന്റിമെന്റൽ വാല്യൂ വരുന്നുണ്ടല്ലോ. നമ്മളാണെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒരു സെന്റിമെന്റൽ വാല്യൂ ആണ് അല്ലെ, നമുക്കൊരു വിഷമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടമോ ഒക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഒരു സെന്റിമെന്റൽ വാല്യൂ ആ ഒരു ഡെഡ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹികപരമായിട്ട് നോക്കുമ്പോൾ ഒരു സെന്റിമെന്റൽ വാല്യൂ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസും അതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും മർഡേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂയിസൈഡ്സോ ആക്സിഡന്റ്സ് പോലെയുള്ള കേസുകളൊക്കെയാണ് നടന്നിരിക്കുന്നതെങ്കിൽ ആ മരിച്ച ഡെഡ് ബോഡിയുടെ അതെങ്ങനെ അവര് മരിച്ചു, അത് എപ്പോഴായിരുന്നു, എങ്ങനെയാണ് അതിന്റെ സമയം, അതിന് പിന്നിൽ ആരാണ് എന്നുള്ളതൊക്കെ കണ്ടെത്തണമെങ്കിൽ അതിന് ക്ലിയർ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ പരിശോധനകൾ നടത്തിയാലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസസുകളാണെങ്കിൽ അങ്ങനെയുള്ള ലീഗൽ കേസസുകൾ അല്ലെങ്കിൽ ലീഗൽ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻസും ഈ ഒരു ഡെഡ് ബോഡി മോർച്ചറിയിൽ വന്നിരിക്കുന്ന ഒരു ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് നോക്കി പോയിട്ട് therefore establishment management of mortuary. അതുകൊണ്ട് തന്നെ ഏതൊരു ഹോസ്പിറ്റലിലെയും ഒരു മാനേജ്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്താണ്, ഒരു മോർച്ചറി സ്ഥാപിക്കുന്നതും അതിനെ മാനേജ് ചെയ്യുന്നതും വളരെ സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സേവനത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്.
കിട്ടിയോ? നീഡ് ഫോർ മോർച്ചറി. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ ആണ് ഫംഗ്ഷൻ ഓഫ് മോർച്ചറി സർവീസ്. ഇനി ഒരു മോർച്ചറി സർവീസ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. നോക്കി, ടു കൺസേർവ് ദ ഡെഡ് ബോഡി ടിൽ ദ ഫോർമാലിറ്റീസ് ഓഫ് ദ ഹാൻഡിങ് ഓവർ ഓഫ് ഡിസീസ് ഈസ് കംപ്ലീറ്റഡ്. ഇനി ഇവിടെ ഫംഗ്ഷൻ ഓഫ് ദ മോർച്ചറി സർവീസിന്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഫസ്റ്റ് വൺ നോക്കി, ടു കൺസേർവ് ദ ഡെഡ് ബോഡി. ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുക? കൺസേർവ് ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക. ടിൽ ദ ഫോർമാലിറ്റീസ് ഓഫ് ദ ഹാൻഡിങ് ഓവർ ഓഫ് ഡിസീസ്ഡ്. ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മരണമടഞ്ഞ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഡിസീസ്ഡ് എന്ന് പറഞ്ഞാല് മരണമടഞ്ഞ. ഓക്കെ, മരണമടഞ്ഞ ബോഡീസ് അല്ലെങ്കിൽ മരണമടഞ്ഞ ആ ഒരു ആളുടെ ആ ഒരു ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യുന്നു. ഈസ് കംപ്ലീറ്റഡ്. എന്താണ്? ടു കൺസേർവ് ദ ഡെഡ് ബോഡി. എത്ര നാളാണ് ആ ഒരു ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യേണ്ടത്? നമ്മുടെ മോർച്ചറിയുടെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. അപ്പൊ മോർച്ചറിയിൽ എങ്ങനെയാണ് മരണമടഞ്ഞ ആളുകളുടെ അല്ലെ ആ ഒരു ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുന്നു? നമ്മള് കീപ്പ് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. അതാണ് ടിൽ ദ ഫോർമാലിറ്റീസ് ഓഫ് ദ ഹാൻഡിങ് ഓവർ ഓഫ് ഡിസീസ് ഈസ് കംപ്ലീറ്റഡ്. ആ ഒരു മരണമടഞ്ഞ ആളുടെ അവരുടെ കൈമാറ്റം ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നത് വരെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഡെഡ് ബോഡീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മോർച്ചറീസിലാണ് കീപ്പ് ചെയ്ത് വെക്കുന്നത്. കിട്ടിയോ ആദ്യത്തെ പോയിന്റ്? ആ മരണമടഞ്ഞ ആളുടെ എല്ലാ കൈമാറ്റം നമ്മൾ അവരുടേതായിട്ടുള്ള റിലേറ്റീവ്സ് ആരാണോ വരുന്നത് അവർക്ക് കൈമാറണം അല്ലെ? ആ ഒരു ഡെഡ് ബോഡി ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പൊ അങ്ങനെ എന്താണ് കൈമാറ്റം ചെയ്യുന്നത് വരെ ആ ഒരു കൈമാറ്റം ചെയ്യുന്ന ആ ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാവുന്നത് വരെ എന്ത് ചെയ്യുന്നു? ഡെഡ് ബോഡീസിനെ കീപ്പ് ചെയ്യുന്നു. എവിടെയാണ് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസേർവ് ചെയ്യുന്നത്? മോർച്ചറിയില്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? സെക്കൻഡ് പോയിന്റ് നോക്കി, ടു കീപ് ദ ഡെഡ് ബോഡി അൺക്ലെയിംഡ് ടിൽ ദ റിലേറ്റീവ്സ് ക്ലെയിം ആൻഡ് ടേക്ക് അവേ ഫോർ ഫൈനൽ ഡിസ്പോസൽ. ഇനി ചില ഡെഡ് ബോഡീസ് അൺക്ലെയിംഡ് ആയിട്ട്, അതായത് തിരിച്ചറിയാത്ത ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ തിരിച്ചറിയാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസും ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ടിൽ ദ റിലേറ്റീവ്സ് ക്ലെയിം. ഇനി എപ്പോഴാണ് അവരുടെ റിലേറ്റീവ്സ് ക്ലെയിം ചെയ്യുന്നത് ആ സമയം വരെ എന്ത് ചെയ്യും? ഇവിടെ കീപ്പ് ചെയ്യും. ആൻഡ് ടേക്ക് അവേ ഫോർ ദ ഫൈനൽ ഡിസ്പോസൽ. അവരുടെ റിലേറ്റീവ്സ് എപ്പോഴാണോ വന്ന് ആ ഒരു അവരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ തിരിച്ചറിയുകയും ചെയ്യുന്നത്, അതുപോലെ അവരെപ്പോഴാണോ അതിന്റെ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് അവര് അതിനെ അവരുടെ മറ്റു ശവസംസ്കാര ചടങ്ങുകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടി അവർ എപ്പോഴാണോ കൊണ്ടുപോകുന്നത് അതുവരെയും അവിടെ എന്ത് ചെയ്യുന്നു? ഡെഡ് ബോഡീസിനെ കീപ്പ് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. യൂഷ്വലി ബോഡീസ് ദാറ്റ് ആർ നോട്ട് ക്ലെയിംഡ് ആർ കെപ്റ്റ് ഫോർ 72 hours. ഇനി അവിടെ യൂഷ്വലി ഇങ്ങനെയുള്ള ബോഡീസ് ഒരു 72 hours വരെയും എന്ത് ചെയ്യുന്നുണ്ട്? നോട്ട് ക്ലെയിംഡ് ആയിട്ടുള്ള ബോഡീസ് ഈ നമ്മുടെ മോർച്ചറിയില് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അൺലെസ് ക്ലെയിംഡ് ടിൽ ദാറ്റ് പീരിയഡ്. ഇനി ആ സമയം വരെയും എന്ത് ചെയ്യുന്നില്ല? ക്ലെയിംഡ് ആക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് done in keeping with the existing policy of the hospital and as per the law of land. ഇനി ഇവിടെ നോക്കി, യൂഷ്വലി the bodies that are not claimed. ഇനി അവര് ഡെഡ് ബോഡീസ് ക്ലെയിം ചെയ്യാനായിട്ട് അവരുടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവരുടേതായിട്ടുള്ള ബന്ധുക്കള് ഒരു 72 മണിക്കൂർ 72 hours ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെങ്കിൽ കീപ്പ് ചെയ്ത് വെക്കുന്നു മോർച്ചറിയില്. ഇനി അങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇപ്പോ ആ ഒരു സമയത്തിനുള്ളില് ആരെങ്കിലും വന്ന ആ ഒരു ബോഡീസ് തിരിച്ചറിയോ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അവർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിലോ ഡിസ്പോസൽ ഓഫ് ദ ഡെഡ് ബോഡി ഈസ് ഡൺ ഇൻ കീപ്പിംഗ് വിത്ത് ദ എക്സിസ്റ്റിംഗ് പോളിസി ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ആസ് പെർ ദ ലോ ഓഫ് ലാൻഡ് ലോ അനുസരിച്ചും. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ ആ ഒരു പോളിസീസ് ഉണ്ടാവുമല്ലോ, ഇത്ര ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചൊക്കെ എന്ത് ചെയ്യുക? ആ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡെഡ് ബോഡീസ് എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യാനായിട്ട് അയക്കുകയും ചെയ്യും. കിട്ടിയോ? അപ്പൊ 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത് നോക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? കൺസേർവ് ദ ഡെഡ് ബോഡി ടിൽ ദ ഫോർമാലിറ്റീസ് ഓഫ് ദ ഹാൻഡിങ് ഓവർ ഓഫ് ദ ഡിസീസ് ഈസ് കംപ്ലീറ്റഡ്. ഒരു മരണമടഞ്ഞതായിട്ടുള്ള ആളുകളുടെ അവരുടെ ആ ഒരു കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നത് വരെ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെ കീപ്പ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? മോർച്ചറിയില്
കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊരു ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ, അൺക്ലെയിംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിയാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് വന്നത് തിരിച്ചറിയുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് എത്ര സമയത്തേക്കാണ് അത് കീപ്പ് ചെയ്ത് വെക്കുന്നത്? 72 hours വരെയും അതിനുള്ളിൽ അവർ വന്ന് ഐഡന്റിഫൈ ചെയ്യുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടതാണ്. ഇനി അങ്ങനെ തിരിച്ചറിയപ്പെടാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ ഈ ഒരു 72 hours കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റൽ പോളിസിക്കും ലോ ഓഫ് ലാൻഡിന്റെ അനുസരിച്ച് അവർ എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു, ആ ഒരു ഡെഡ് ബോഡി, അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുന്നു, ഡിസ്പോസലിന് വേണ്ടിയിട്ട് അയക്കുന്നു. കിട്ടിയോ? Then third point നോക്കിയേ, to receive and store dead body that requires post-mortem examination. ഇനി പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് ചിലപ്പോ മറ്റ് ഹോസ്പിറ്റലിൽ നിന്ന്, പ്രധാനമായിട്ടും ജനറൽ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് പോസ്റ്റ്മോർട്ടംസ് ചെയ്യുന്നത് അല്ലെ, നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലാണ് മോർച്ചറീസ് ഉള്ളതെങ്കിൽ അവിടെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് വേണ്ടി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെഡ് ബോഡീസ് സ്വീകരിക്കുകയും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ്. നോക്കി ലാസ്റ്റ് വൺ, നെക്സ്റ്റ്, ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. എന്താണ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്? പോസ്റ്റ്മോർട്ടം എന്താണ്? മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ള കേസസിന്റെ ആയിരിക്കും? മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സിലുള്ള ഒരു കേസ് ആയിരിക്കും അല്ലെ. അപ്പൊ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കില് എങ്ങനെയൊക്കെ മരണപ്പെട്ടവരായിരിക്കും? അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് അല്ലെ, ഡെത്തൊക്കെ സംഭവിച്ചവര്. അപ്പൊ അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ, മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. അപ്പൊ മെഡിക്കോ ലീഗലും നോൺ മെഡിക്കോ ലീഗലും ഉണ്ട്. അപ്പൊ മെഡിക്കോ ലീഗലിൽ ഉൾപ്പെടാത്തതൊക്കെ നോൺ മെഡിക്കോ ലീഗൽ ആണ് കേട്ടോ. അപ്പൊ എന്താണ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം എന്നുള്ളത് മാത്രം ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. The purpose of a medico-legal autopsy, ഓട്ടോപ്സി എന്ന് പറഞ്ഞാലും പോസ്റ്റ്മോർട്ടം തന്നെയാണ്, മീനിങ് അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. The purpose of a medico-legal autopsy, the purpose of a medico-legal autopsy is to determine, the purpose of a medico-legal autopsy is to determine whether a death was natural, is to determine whether a death was natural or unnatural, whether a death was natural or unnatural, comma, and to produce an evidentiary document, and to produce an evidentiary document, and to produce an evidentiary document that can be used in, to produce an evidentiary document that can be used in legal proceedings, that can be used in legal proceedings. ഒന്നുകൂടി പറയാം. The purpose of a medico-legal autopsy is to determine whether a death was natural or unnatural and to produce an evidentiary document that can be used in legal proceedings. കിട്ടിയോ എല്ലാവർക്കും? മെഡിക്കോ-ലീഗൽ കേസസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്താണെന്ന് കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറയുമ്പോൾ രണ്ടും ഉൾപ്പെടുന്നുണ്ട് അല്ലെ, ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സിലുള്ള ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അപ്പോ എല്ലാ ഗ്രൂപ്പും അല്ല ഈ മെഡിക്കൽ ലീഗൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അവരെങ്ങനെയാണ് അവരുടെ ആ ഒരു മരണ കാരണം അറിയാനും അതുപോലെ അവരുമായി ബന്ധപ്പെട്ട് മരിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അവർ മരണപ്പെട്ട സമയം എപ്പോഴാണ്, എങ്ങനെയാണ് അത് മരണപ്പെട്ടത് അല്ലെ, അതിന്റെ ആ ഒരു കാരണക്കാരൻ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ആരുടെ റിക്വസ്റ്റ് പ്രകാരമായിരിക്കും ചെയ്യുക?
ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണോ? ഡോക്ടേഴ്സിന്റെ സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് മാത്രമാണോ വഴങ്ങിയാണോ ചെയ്യുക? പോലീസിന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടതായിട്ടുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് കൂടുതലും ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർഡറുകളോ അല്ലെങ്കിൽ ആക്സിഡൻസ് പോലെയുള്ളവയൊക്കെ വഴി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മരണ കാരണം കണ്ടെത്തണം അല്ലെ. അപ്പൊ ആ മരണ കാരണം കണ്ടെത്താൻ അത് നാച്ചുറൽ ആയിട്ട് മരിച്ചതാണോ അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് ആണോ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനൊരു എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്ത് അത് നമുക്ക് ലീഗൽ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസ്റ്റ്മോർട്ടമാണ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? മോർച്ചറി സർവീസസിൽ. അപ്പൊ എന്തൊക്കെയാണ് നോക്കി, ആ ഒരു 4 പോയിന്റ് വേഗം നോക്കി. ഫസ്റ്റ് വൺ പറഞ്ഞ എന്താ? ഡെഡ് ബോഡീസ് എന്താണ് അവിടുത്തെ ആ ഒരു ഫോർമാലിറ്റീസ് കഴിയുന്നത് വരെ, ആ ഒരു കൈമാറ്റം ചെയ്യുന്ന നടപടിക്രമങ്ങൾ കഴിയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞത് അൺക്ലെയിംഡ് ആയിട്ടുള്ളവയാണെങ്കിൽ ക്ലെയിം ചെയ്യാനായിട്ട് റിലേറ്റീവ്സ് വന്ന് ക്ലെയിം ചെയ്യാനായിട്ട് ഒരു 72 hours കീപ്പ് ചെയ്ത് വെക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അൺക്ലെയിംഡ് ആയിട്ടുള്ളവയാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയാത്തവയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? ഡിസ്പോസലിന് ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ച് അതിന്റെ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് നോക്കി, ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡെഡ് ബോഡി ദാറ്റ് റിക്വയർസ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് വേണ്ടിയിട്ട് വരുന്നതായിട്ടുള്ള ഡെഡ് ബോഡീസിനെ സ്വീകരിക്കുകയും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. അതുപോലെ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ കണ്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നോക്കി, ടു ഗീവ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അല്ലെ. മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്യുക? അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിക്കോട്ടെ, അപ്പൊ അവരുടെ ആ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസിലേക്ക് പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങളോ അവരത് ഓരോ ഡിസീസ് രോഗകാരണങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് പരിശോധനകൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ടീച്ചിങ് പ്രോഗ്രാമുകൾ അല്ലെ, ടീച്ചിങ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു, അവർക്ക് നൽകുന്നു. നെക്സ്റ്റ് നോക്കി, ദ ടൈപ്പ് ഓഫ് ദ ഡെഡ് ബോഡി പ്രിസർവ്ഡ് ഇൻ ദ മോർച്ചറി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നോൺ മെഡിക്കോ ലീഗൽ ആൻഡ് മെഡിക്കോ ലീഗൽ. ഇനി ഈ ഡെഡ് ബോഡീസ് നമ്മുടെ മോർച്ചറിയിൽ പ്രിസർവ് ചെയ്യാൻ കീപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡെഡ് ബോഡീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. നോൺ മെഡിക്കോ ലീഗൽ കേസസും മെഡിക്കോ ലീഗൽ കേസസും. മെഡിക്കോ ലീഗൽ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് ലീഗൽ പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡെഡ് ബോഡീസിനെയും നമ്മൾ മെഡിക്കോ ലീഗൽ കേസിൽ അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ഡെഡ് ബോഡീസ് ആണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസസുമായി ബന്ധപ്പെട്ട പോലീസസോ അല്ലെങ്കിൽ മറ്റ് മെയിൻ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. അപ്പൊ അതിന് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനുള്ള എവിഡൻസുകൾ, അതുപോലെ സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പരിശോധനകളൊക്കെ നടത്തി അതിനുള്ള എവിഡൻസുകൾ ഉൾപ്പെടുത്തിയത് ഈ ഒരു മോർച്ചറിയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കേസാണ് മെഡിക്കോ ലീഗൽ കേസസ് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്നൊന്നും ഇവിടെ ചോദിക്കുന്നില്ല. അപ്പൊ നോക്കി, നോൺ മെഡിക്കോ ലീഗൽ കേസ് എന്താണ്? മെഡിക്കോ ലീഗൽ കേസിൽ ഉൾപ്പെടാത്തതെല്ലാം നോൺ മെഡിക്കൽ ലീഗൽ കേസസിൽ വരുന്നതാണ് കേട്ടോ. അത് രണ്ടെണ്ണം കൊണ്ടെന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് നമ്മൾ പറഞ്ഞതാണ്. അതിനൊഴികെ മറ്റേതൊരു ഡെഡ് ബോഡീസും നോൺ മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫങ്ഷൻസ് വേഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ പോയിന്റ്സ്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. പ്ലാനിങ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. ഇനി ഒരു മോർച്ചറി പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ നോക്കി, ലൊക്കേഷൻ.
ലൊക്കേഷൻ എങ്ങനെയാണ്? ദ ലൊക്കേഷൻ ഷുഡ് ബി ഇൻ എ ഡുബിയസ് ഒബ്സ്ക്യൂർ പ്ലേസ്. എങ്ങനെയാണ്? ഒരു അൺക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം ലൊക്കേഷൻ വരേണ്ടത്. നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ച പോയിന്റുകൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി സെപ്പറേറ്റ് ബിൽഡിംഗ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിൽ ടു വെയർ ദ ഡെഡ് ബോഡീസ് ക്യാൻ ബി റീച്ച്ഡ് ഇൻ എ നോൺ ഡിസ്റ്റർബിംഗ് വേ. എന്താണ്? ഒരു ശല്യപ്പെടുത്താത്ത രീതിയിൽ, അങ്ങനെ ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ, എന്നാൽ എന്താണ് റീച്ചബിൾ ആയിട്ട് അതിനുള്ള ഒരു ശല്യപ്പെടുത്തലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എന്നാൽ പെട്ടെന്ന് എത്തപ്പെടാൻ പറ്റുന്ന സ്ഥലത്തുമായിരിക്കണം. എന്നാൽ അത് എങ്ങനെയുള്ള ഒരു സ്ഥലമായിരിക്കണം എന്നാണ്? ഒരു സെപ്പറേറ്റ് ബിൽഡിംഗിൽ ഒരു ഡുബിയസ് ഒബ്സ്ക്യൂർ പ്ലേസ് ആയിരിക്കണം. എങ്ങനെയാണ്? അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്തപ്പെടാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം ലൊക്കേഷൻ വരേണ്ടതെന്ന് പറഞ്ഞു. ഇനി there should be easy access from wards. ഇനി എന്തൊക്കെ ആയിട്ടാണ് എളുപ്പത്തിൽ ചെന്നെത്താൻ പറ്റേണ്ടത്? ഈസിലി ആക്സസിബിൾ ആയിരിക്കേണ്ടത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? വാർഡുകള്, അതുപോലെ ICU, ഓപ്പറേഷൻ തിയേറ്ററുകള്, ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റുകൾ. ഇതുമായിട്ടൊക്കെ വളരെ ഈസിലി ആക്സസിബിൾ ആയിരിക്കണം ഈ മോർച്ചറി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ മോർച്ചറി കോംപ്ലക്സിന്റെ ലൊക്കേഷൻ ഒന്ന് നോക്കി. എന്താണ്? The location should be a dubious obscure place. എന്താണ് അവിടെ പറയുന്നത്? അങ്ങനെ എന്താണ്? ഒരു അൺക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വളരെ അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലായിരിക്കണം ഈ ഒരു കോംപ്ലക്സ് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ where the dead bodies can be reached in non disturbing way. ആരും ശല്യപ്പെടുത്താത്ത രീതിയിൽ ഡെഡ് ബോഡീസ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിനനുസരിച്ച് രീതിയിലുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം, അതിനു വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, there should be easy access from wards. വാർഡ്സിൽ നിന്നോ അല്ലെങ്കിൽ ICUമായി ബന്ധപ്പെട്ടോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഒക്കെ പെട്ടെന്ന് ഈസി അക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം എന്തിന്റെ ലൊക്കേഷൻ വരേണ്ടത്? മോർച്ചറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. ഓക്കെ, then നെക്സ്റ്റ് നോക്കിയേ, സ്പേസ് റിക്വയർമെന്റ് relies on the size and type of hospital and the workload. ഇനി ഇവിടെ സ്പേസ് റിക്വയർമെന്റ് പറയുന്നത് ഹോസ്പിറ്റലിന്റെ സൈസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിന്റെ തരം എങ്ങനെയാണ്, അതുപോലെ അവിടുത്തെ ആ ഒരു വർക്ക് ലോഡ് അല്ലെങ്കിൽ ജോലി ഭാരം എന്തോരമുണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് അതിനെ റിലേ ചെയ്തുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എത്രത്തോളം സ്പേസ് റിക്വയർമെന്റ് അല്ലെങ്കിൽ എത്രത്തോളം സ്ഥലത്തിന്റെ ആവശ്യകത അവിടെ വരുന്നുണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നോക്കി, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്, അതായത് COPP ഹാസ് recommended an area of 6 to 8 square feet bed as a general guide. അല്ലെ, ഈ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഏരിയാസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്പേസസ് വേണം എന്നുള്ള കാര്യങ്ങൾ ഒരു പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടാവും. അവരാണ് അത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്ലാനിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റിയുടെ ബേസിൽ ഓരോ ബെഡുകൾ, അതായത് ഡെഡ് ബോഡീസ് സൂക്ഷിച്ച് അല്ലെങ്കിൽ കീപ്പ് ചെയ്യാനായിട്ട് ഓരോ ബെഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ബെഡുമായി ബന്ധപ്പെട്ട് അതിന്റെ എത്ര സ്ക്വയർ മീറ്റർ, 6 to 8 സ്ക്വയർ ഫീറ്റ് ഒരു ബെഡുമായി ബന്ധപ്പെട്ട് വേണം. ആ അത്രയും ഏരിയ എന്ത് ചെയ്യണം? മോർച്ചറിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ആ ഒരു ഏരിയയുടെ കണക്കെടുത്തുകൊണ്ട് അതിനനുസരിച്ച് അപ്പൊ ആ ഒരു ജനറൽ ഗൈഡ് ലൈൻസ് അവർ നൽകുന്ന ആ ഒരു ജനറൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിനനുസരിച്ച് അത് പാലിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു മോർച്ചറി സ്പേസ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ സ്പേസ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ്? സൈസ്, ഹോസ്പിറ്റലിലെ സൈസും അവിടുത്തെ ഹോസ്പിറ്റലിന്റെ തരവും അതുപോലെ തന്നെ ജോലി ഭാരവും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും എന്തോരം സ്പേസുകൾ വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് അതിനനുസരിച്ച് അവരുടെ ആ ഒരു കമ്മിറ്റിക്ക് അനുസരിച്ച് ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ ഏരിയയിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പൊ ആ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ ജനറൽ ആയിട്ടുള്ള നിർദ്ദേശം, അവർ നൽകുന്ന ഒരു ജനറൽ നിർദ്ദേശം അനുസരിച്ച് ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ ഒരു ബെഡിനനുസരിച്ച് 6 to 8 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടായിരിക്കണം. അതാണ് ആ ഒരു സ്പേസ് റിക്വയർമെന്റിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഫങ്ഷണൽ ഏരിയാസ്.
ഒരു ഹോസ്പിറ്റലില് മോർച്ചറി കോംപ്ലക്സ് ഉണ്ടാവേണ്ടതിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു, അവിടുത്തെ ആവശ്യമായിട്ട് വരുന്ന സ്പേസ് റിക്വയർമെന്റ് ആവശ്യകതകളും പറഞ്ഞു. എത്ര സ്ക്വയർ ഫീറ്റ്? 6 to 8 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടായിരിക്കണം ഒരു ബെഡുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു കമ്മിറ്റിയുടെ ഒരു പ്ലാൻ പ്രൊജക്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കിയ ഫങ്ഷണൽ ഏരിയാസ്. ഈ ഫങ്ഷണൽ ഏരിയാസ് കുറച്ച് നമുക്ക് ടൈപ്പ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഫങ്ഷണൽ ഏരിയാസ് നോക്കി, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. എന്താണ് പോർട്ടിക്കോ എന്ന് പറയുന്നത്? എൻട്രൻസ് കേട്ടോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ എൻട്രൻസ്. അപ്പൊ പാർക്കിംഗ് വിത്ത് കവേർഡ് ആയിട്ടുള്ള പോർട്ടിക്കോ അല്ലെങ്കിൽ കവേർഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസും പാർക്കിംഗും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഫങ്ഷണൽ ഏരിയ, അതായത് ഈ ഒരു മോർച്ചറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരേണ്ടതായിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞതാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. എന്താണ്? ഒരു പാർക്കിംഗ് സ്പേസ് വേണം, അതുപോലെ തന്നെ കവേർഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് വേണം. ആംബിൾ പാർക്കിംഗ് ഏരിയ വിത്ത് കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 മീറ്റർ സ്ക്വയർ എന്നാണ് കേട്ടോ. 2 m square എന്നാണ് കേട്ടോ. For vehicles should be facilitated at the entrance to the body store in order to protect from wet weather and screen from adjacent area with an exit to secondary road or parking area. So ഇവിടെ പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ അല്ലെങ്കിൽ എൻട്രൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആംബിൾ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. അതായത് ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ എന്തുമായി ബന്ധപ്പെട്ട് വേണം എന്നാണ് പറയുന്നത്? ഈ മോർച്ചറി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മോർച്ചറി സേവനവുമായി ബന്ധപ്പെട്ട ആ ഒരു മോർച്ചറി ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരു ആംബിൾ ആയിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. അതായത് മെയിൻ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ അല്ല, ഈ ഒരു മോർച്ചറി സേവനവുമായി ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിൽ ഒരു ആംബിൾ ആയിട്ടുള്ള എന്താണ് ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 മീറ്റർ സ്ക്വയർ. 18 മീറ്റർ സ്ക്വയർ ഏരിയ കവർ ചെയ്തുകൊണ്ട് ഫോർ വെഹിക്കിൾസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ വെഹിക്കിൾ ഷുഡ് ബി ഫെസിലിറ്റേറ്റഡ് അറ്റ് ദ എൻട്രൻസ് ടു ദ ബോഡി സ്റ്റോർ. ആ ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾ എന്ത് ചെയ്യണം? കടത്തിവിടണം അല്ലെ. വാഹനങ്ങൾ ആ കടന്നു പോകുന്ന ആ ഒരു എൻട്രൻസ്, ആ ഒരു എൻട്രൻസിൽ എങ്ങനെയായിരിക്കണം? അത് കവേർഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം വെറ്റ് വെതർ. എന്താണ്? നനഞ്ഞ കാലാവസ്ഥയിൽ നിന്നും ഈ ബോഡിയെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നനയാതിരിക്കാനോ അതിൽ നിന്ന് നനവൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എവിടെ നിന്ന് വേണം എന്ന് പറയുന്നത്? ബോഡി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആ ഒരു വാഹനം എത്താനും ആ വാഹനത്തിലേക്ക് ഈ ബോഡി സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യുക? കയറ്റാനും. അത് എന്താണ്? വെറ്റ് വെതർ കണ്ടീഷൻസിലൊക്കെ അല്ലെ, നനഞ്ഞ മഴയോ കാര്യങ്ങളൊക്കെ ഉള്ള സമയങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഈ ഒരു ബോഡിയെ അഫക്ട് ചെയ്യാതിരിക്കാനായിട്ട് അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കവേർഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? നെക്സ്റ്റ് പറഞ്ഞു നോക്കിയേ, അൺസ്ക്രീൻ ഫ്രം അഡ്ജസന്റ് ഏരിയ വിത്ത് ആൻ എക്സിറ്റ് ടു സെക്കൻഡറി റോഡ് ഓർ പാർക്കിംഗ് ഏരിയ. ഇനി മറ്റൊരു അതുപോലെ തന്നെ തൊട്ടടുത്ത ഏരിയസുമായിട്ട് മറയ്ക്കാൻ വേണ്ടിട്ട് ഒരു മറ വേണം. അതാണ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഫ്രം അഡ്ജസന്റ് ഏരിയ, തൊട്ടടുത്ത ഏരിയസുമായിട്ട്, അതായത് പെട്ടെന്ന് ഈ ഡെഡ് ബോഡീസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും അത് വരുന്നതും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് അല്ലെ. നമ്മുടെ മനസ്സിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഓപ്പൺ ആക്കി വെക്കാതെ കുറച്ച് എന്താണ് കവേർഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് മറവുള്ള രീതിയിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഏരിയാസിൽ ഇച്ചിരി ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസോ അല്ലെങ്കിൽ ആളുകൾ വന്നു പോകുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? അതിനെയും ആ ഒരു സ്ക്രീൻ വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു? സ്ക്രീൻ വെച്ച് അഡ്ജസ്റ്റന്റ് ഏരിയാസിനെ മറയ്ക്കുന്നു. വിത്ത് ആൻ എക്സിറ്റ് ടു സെക്കൻഡറി റോഡ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? നേരെ മെയിൻ ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടാവുമല്ലോ, അവിടേക്കല്ല ഇറങ്ങുന്നത്, മറിച്ച് ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് അല്ലെങ്കിൽ റോഡ് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് എക്സിറ്റ് ഉണ്ടായിരിക്കണം. കിട്ടിയോ? അപ്പൊ മോർച്ചറി ഏരിയയിലേക്ക് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുവരാനും അതിനെ തിരിച്ചു വിടാനും ഒക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് പോയിന്റ് ഉണ്ടായിരിക്കും, എക്സിറ്റ് പോയിന്റും ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒരു ആംബിൾ ആയിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു വണ്ടി പാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ വണ്ടികൾക്ക് ആ ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൂമിന്റെ അവിടേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു ഏരിയയില് എന്ത് ചെയ്യുക? കവർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതെന്താണ്? മൂടി വെച്ച് കവർ ചെയ്തുള്ള ഒരു എൻട്രൻസ് ആയിരിക്കണം വേണ്ടത്. അപ്പൊ അങ്ങനെ
കവർ ചെയ്ത് വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബോഡി നമ്മുടെ ആ ഒരു വാഹനങ്ങളിലേക്ക് മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും വെറ്റ് കണ്ടീഷൻസ്, വെറ്റ് വെതേഴ്സ് അല്ലെങ്കിൽ നനഞ്ഞ കാലാവസ്ഥ പോലെയുള്ള വലിയ മഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവർ ചെയ്തിരിക്കുന്ന ഒരു എൻട്രൻസ് വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത അഡ്ജസ്റ്റന്റ് ഏരിയാസുമായി ബന്ധപ്പെട്ട സ്ക്രീനുകൾ വെച്ച് മറിച്ചിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ വിത്ത് ആൻ എക്സിറ്റ് ടു സെക്കൻഡറി റോഡ് ഓൺ പാർക്കിംഗ് ഏരിയ, അതായത് മെയിൻ ആയിട്ടുള്ള റോഡിലോട്ടല്ല എക്സിറ്റ് വേണ്ടത്, മറ്റ് ഏതെങ്കിലും ഒരു സെക്കൻഡറി റോഡിലോട്ട് എക്സിറ്റ് വേണം, അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയിലോട്ടായിരിക്കണം അവിടെ നിന്ന് എക്സിറ്റ് കൊടുക്കേണ്ടത്. നേരെ നമ്മൾ മെയിൻ എൻട്രൻസിലൂടെ അല്ല പുറത്തോട്ട് പോകുന്നത്, മെയിൻ റോഡിലൂടെ അല്ല, തിരിച്ചെന്താണ് മറ്റൊരു എൻട്രൻസും മറ്റൊരു റോഡിലേക്കാണ് നമ്മൾ നേരെ ഈ ഡെഡ് ബോഡീസും ആയിട്ട് വരുന്ന വാഹനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പോകുന്ന വാഹനങ്ങളാണെങ്കിലും അതെന്ത് ചെയ്യാൻ സെക്കൻഡറി റോഡിലോട്ടോ അല്ലെങ്കിൽ മറ്റ് ആ ഒരു പാർക്കിംഗ് ഏരിയയിലോട്ടാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് ഇറങ്ങേണ്ടത്. കിട്ടിയോ? ഫങ്ഷണൽ ഏരിയയിലെ പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ മനസ്സിലായോ? ക്ലിയർ ആയോ അത്? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ, റിസപ്ഷൻ അല്ലെ. റിസപ്ഷൻ നമുക്കറിയാം അല്ലെ, എന്താണ് റിസപ്ഷൻ? അവിടെ എന്തിനാ അസിസ്റ്റൻസ് ചെയ്യുക, അതുപോലെ തന്നെ വരുന്ന ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ട അതിന്റെ എന്താ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക, അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുക, അതൊക്കെയാണ് റിസപ്ഷൻ ഏരിയയിൽ ചെയ്യുന്നത്. അപ്പൊ റിസപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയും ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണം കേട്ടോ. ദ പ്ലേസ് വെയർ ബോഡീസ് ആർ ഒബ്സർവ്ഡ് ആൻഡ് ഡോക്യുമെന്റ്സ് എക്സാമിൻഡ്. എന്ത് ചെയ്യുക, അവിടെ ഡെഡ് ബോഡീസ് വരുന്ന ആ ഒരു ഡെഡ് ബോഡീസ് എന്ത് ചെയ്യും, മൃതദേഹങ്ങള് നിരീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള രേഖകളൊക്കെ പരിശോധിക്കുകയും ചെയ്യുക. അതാണ് റിസപ്ഷന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ. അതെങ്ങനെയായിരിക്കണം? വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ സമീപിക്കാവുന്നതുമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം റിസപ്ഷൻ വെക്കേണ്ടത്. ഒരു മോർച്ചറിയിലെ റിസപ്ഷൻ എങ്ങനെയുള്ളതായിരിക്കണം? പെട്ടെന്ന് എത്തിച്ചേരാനും അതുപോലെ തന്നെ ഈസിലി നമുക്ക് അപ്രോച്ചബിൾ ആയിരിക്കണം, പെട്ടെന്ന് എളുപ്പത്തിൽ സമീപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോർച്ചറി റിസപ്ഷൻ ആണ് മോർച്ചറിയുടെ ഭാഗമായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ റിസപ്ഷനിൽ എന്താ വരുന്നത്, മോർച്ചറിയിലേക്ക് വരുന്ന ആ ഒരു ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യുന്നു, നിരീക്ഷിക്കുകയും മൃതദേഹങ്ങളെ നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള രേഖകളൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്നതാണ് റിസപ്ഷന്റെ ഡ്യൂട്ടി വരുന്നത്. തേർഡ് വൺ നോക്കിയേ, ട്രോളി ബേ. ട്രോളി ബേ എന്തിനു വേണ്ടിയിട്ടാണ്? ദ പ്രോപ്പർ സ്പേസ് നീഡഡ് ഫോർ ട്രോളി ബേ ഈസ് 3 മീറ്റർ സ്ക്വയർ. ഇവിടെ ട്രോളീസ് കണ്ടിട്ടില്ലേ? അതായത് വാഹനങ്ങളിൽ നിന്ന് വരുന്ന ഡെഡ് ബോഡീസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂമിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ റൂമിൽ നിന്ന് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വാഹനങ്ങളിലേക്ക് കയറ്റി വിടാനോ ഒക്കെ നമുക്ക് ട്രോളീസ് അല്ലെ, അത് ഡെഡ് ബോഡീസ് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നതായിട്ടുള്ള ട്രോളീസ് ആണ് ട്രോളി ബേസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ എന്താണ്, അതിന്റെ ഒരു ട്രോളി ബേ സൂക്ഷിച്ചു വെക്കാൻ അല്ലെങ്കിൽ ട്രോളി ബേ സ്ഥിരം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. ഏത് നിമിഷമാണോ ആവശ്യമായിട്ട് വരുന്നത് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ സ്ഥലം അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കണം. നീഡ് ഫോർ ട്രോളി ബേസ് 3 മീറ്റർ സ്ക്വയർ ഏരിയ. അതിന് വേണ്ടിയിട്ട് ട്രോളീസ് ഇടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു 3 മീറ്റർ സ്ക്വയർ ഏരിയ അവർക്ക് എന്ത് ചെയ്യും, ശരിയായ ഒരു സ്ഥലം അവർക്ക് ഉണ്ടായിരിക്കണം. ദ ട്രോളി ഈസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. ചോദിക്കാറുണ്ട് കേട്ടോ, ട്രോളി എന്തിനു വേണ്ടിയിട്ടാണ് മോർച്ചറിയിൽ യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. ഡെഡ് ബോഡീസിനെ കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ട്രോളി ബേസ് ട്രോളീസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റേഞ്ച് ഓഫ് ദ റിസപ്ഷൻ. അത് ഇതിന്റെയൊക്കെ പരിധിയിലായിരിക്കണം, ആ ഒരു റിസപ്ഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസപ്ഷന്റെ ഒരു പരിധിയിലായിരിക്കണം എന്തെന്ന് പറയുന്നത് ട്രോളിയുടെ കണ്ടീഷൻ വരേണ്ടത്. അപ്പൊ ആ റിസപ്ഷനിൽ വരുന്ന കേസുകൾ, റിസപ്ഷൻ ആണല്ലോ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഇന്ന ഡെഡ് ബോഡീസ് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇന്ന ഡെഡ് ബോഡീസ് അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ റിസപ്ഷന്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ റിസപ്ഷന്റെ പരിധിയിനുള്ളിലായിരിക്കും ഈ ട്രോളി ബേസ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞത്. പാർക്കിംഗ് വിത്ത് കവർ പോർട്ടിക്കോ, റിസപ്ഷൻ, ട്രോളി ബേ പറഞ്ഞു. Then fourth one നോക്കിയേ, വെയിറ്റിംഗ് ഏരിയ. A waiting room of 50 meters square is suggested for the entry to visitors and relatives. അപ്പൊ അവിടെ വെയിറ്റിംഗ് ഏരിയ വേണം. ആർക്കൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ വേണ്ടത്? വെയിറ്റിംഗ് റൂം, ഒരു വെയിറ്റിംഗ് റൂം വേണം. എത്രയാണ് അവിടുത്തെ ആ ഒരു ഏരിയ വരേണ്ടത്? 15 മീറ്റർ സ്ക്വയർ ഉള്ള ഒരു വെയിറ്റിംഗ് ഏരിയ വേണം. കാത്തിരിപ്പ് സ്ഥലം എന്ന് പറയാം അല്ലെ. ഈ സജസ്റ്റഡ് ഫോർ ദ എൻട്രി ടു വിസിറ്റേഴ്സ്, അവിടെ വരുന്ന സന്ദർശകർക്ക് അല്ലെ, ആ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് വരുന്ന സന്ദർശകർക്കും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് എൻജോയ് ചെയ്ത് അവർക്ക് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ഒരു വെയിറ്റിംഗ് ഏരിയ 15 മീറ്റർ സ്ക്വയറോടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ ഈ ഒരു മോർച്ചറി ഡിപ്പാർട്ട്മെന്റിൽ മോർച്ചറി സേവനവുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്.
പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, റിസപ്ഷൻ, ട്രോളി ബേ ആൻഡ് വെയിറ്റിംഗ് ഏരിയ. 4 ക്ലിയർ ആയോ? കിട്ടിയോ 4? ഓക്കെ, വളരെ സിമ്പിൾ ആണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ അല്ലെ. അപ്പൊ ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നീഡ് ഫോർ മോർച്ചറിയിലെ 4th പോയിന്റ് പറയാ ഒന്നുകൂടി. 4th പോയിന്റ് ആണോ? Much of sentiments value are attached to the dead body of the person with socio and medical legal importance. ഇപ്പൊ ഒരു മോർച്ചറിയില് ഒരു ഡെഡ് ബോഡി വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ മരിക്കുകയാണെങ്കിൽ നമുക്കൊരു സെന്റിമെന്റൽ അപ്രോച്ച് അല്ലേ ആ ഒരു ഡെഡ് ബോഡിയുമായിട്ട്. അതായത് നമുക്കൊരു വിഷമോ സങ്കടമോ അങ്ങനെയുള്ള ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച്, അതായത് സാമൂഹ്യപരമായിട്ട് ഈ മരിച്ച ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അല്ലെങ്കിൽ കൂടെ മറ്റാർക്കെങ്കിലും ഒക്കെ ആ ഒരു ഡെഡ് ബോഡിയുമായിട്ട് റിലേഷനുള്ളവരുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഈ ഒരു ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് അല്ലെ. സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ കേസുകളിലുള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ അവിടെ കുറച്ച് മെഡിക്കോ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്താ പറഞ്ഞേ, ലാസ്റ്റ് പോയിന്റ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് മോർച്ചറീസ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് എവറി ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഏതൊരു ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള മോർച്ചറി സേവനങ്ങൾ സ്ഥാപിക്കേണ്ടതും അത് മാനേജ് ചെയ്യേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു എന്താണ് സെന്റിമെന്റൽ വാല്യൂ ഉണ്ട്. ഒരു ഇപ്പൊ മരിച്ച ആ ഒരു ഡെഡ് ബോഡി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെന്റിമെന്റൽ വാല്യൂ, അതൊരു സാമൂഹ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു സെന്റിമെന്റൽ വാല്യൂ ആണ് അല്ലെ. ഒരു മരിച്ച ഡെഡ് ബോഡി അല്ലെങ്കിൽ മരിച്ച ഒരാളെ കാണുമ്പോൾ നമുക്ക് അയ്യോ എന്നാലും അവർ മരിച്ചു പോയല്ലോ എന്നുള്ള രീതിയിലുള്ള ഫീലിംഗ് അല്ലേ നമുക്ക് ഉണ്ടാവുക. അല്ലാതെ മരിച്ചത് നന്നായി എന്ന് നമ്മൾ പറയാറില്ലല്ലോ അധികം. മരിച്ചു പോയല്ലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബന്ധുക്കൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് ആ ഒരു ഡെഡ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് സാമൂഹ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ. എന്നാൽ മെഡിക്കൽ പരമായിട്ട് ചിന്തിക്കുമ്പോൾ അതെന്തെങ്കിലും ലീഗൽ കേസസ് ഉള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ പ്രൊസീഡിങ്സും കാര്യങ്ങളും അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. കിട്ടിയോ ഉമ്മയിപ്പ? ഓക്കെ ഓക്കെ, ഇപ്പൊ അതിന്റെ ചെയ്തോട്ടെ. സെക്കൻഡ് പോയിന്റ് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി, അതായത് അൺക്ലെയിംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള കുറെ ഡെഡ് ബോഡീസ് അൺനോൺ ആയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് 72 hours വരെയും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, അവരുടെ റിലേറ്റീവ്സ് വന്ന് ക്ലെയിം ചെയ്യാനായിട്ട് സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം 72 hours വരെയും അത് ക്ലെയിം പെടാതെ വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് 4 നടപടിക്രമങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ഇതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇന്നെടുത്ത അത്രയും വായിച്ചിട്ട് വരാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay, thank you, madam.